ദിവസത്തെ യാത്ര നമ്മളെ എത്തിക്കുന്നത് പ്രകൃതി സൗന്ദര്യവും ആത്മീയതയും സംസ്കാരവും സാഹസികതയും ഒത്തുചേർന്ന അതിമനോഹരമായൊരു സ്ഥലത്തേക്കാണ്. ഇന്തോനേഷ്യയിലെ ബാലി ദ്വീപ്. ബാലിയിലെ ഡെൻപസർ എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്തു. ഭാഗ്യവശാല് ഞങ്ങൾ സന്ദർശിച്ച ദിവസം ബാലിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഉത്സവ ദിവസമായിരുന്നു. ഗലൂങ്കാൻ എന്നറിയപ്പെടുന്ന ഈ ഉത്സവം ബാലിയിലെ എല്ലാ ഹിന്ദുമത വിശ്വാസികളും അങ്ങേയറ്റം ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു ദിവസമാണ്. ഞങ്ങൾ താമസിക്കുന്നത് ബാലിയിലെ ഉബൂദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉബൂദിലുള്ള ഹെവൻ സയാൻ റിസോർട്ടിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങളങ്ങനെ ഉബൂദിലെ ഹെവൻ സയാൻ റിസോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉബൂദിലെ പച്ചപ്പാർന്ന വനങ്ങൾക്കിടയിൽ അയും നദിയുടെ തീരത്ത് ഉള്ള മനോഹരമായ റിസോർട്ടാണ് ഹെവൻ സയാൻ. ഇവിടേക്ക് കടന്നു വരുന്ന നിമിഷം മുതൽ തന്നെ മനസ്സിന് പ്രത്യേക ശാന്തത നമുക്ക് അനുഭവപ്പെടും. പക്ഷികളുടെ സംഗീതം, കാറ്റിലാടുന്ന തെങ്ങുകളുടെയും മരങ്ങളുടെയും ദൃശ്യം, ദൂരെ ഒഴുകുന്ന നദിയുടെ ശബ്ദം എല്ലാം ചേർന്ന് പ്രകൃതിയുടെ മടിത്തട്ടിലിരിക്കുന്ന ഒരു സുഖം നമുക്ക് അനുഭവപ്പെടും. ബാലീസ് പാരമ്പര്യ വാസ്തുവിദ്യയും ആധുനിക ആഡംബര സൗകര്യങ്ങളും ഒരുമിക്കുന്ന ഒരു റിസോർട്ടാണിത്. ഇവിടുത്തെ പൂൾ, സ്വകാര്യ വില്ലകൾ, സ്പാ സൗകര്യങ്ങൾ, പ്രകൃതിയിലേക്ക് തുറന്നു നൽകുന്ന മുറികൾ. ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. കയറി വരുമ്പോൾ തന്നെ ഒരു പൂളുണ്ട്. നല്ല ഫുൾ ഗ്രീനറിയാണ്. ഒരു ഫോറസ്റ്റിലൊക്കെ താമസിക്കുന്ന ഫീലാണിത്. ചുറ്റും ഫോറസ്റ്റിൻ്റെ ഒരു സംഗീതവും, ഒരു ഹിൽ സ്റ്റേഷനിൽ ഫോറസ്റ്റിന് അടുക്കുള്ള ഒരു ഞങ്ങളുടെ പൂള് കയറി വരുന്നിടത്ത് പിന്നെ ഒരു പൂള്, പ്രൈവറ്റ് പൂൾ, ഹെവൻ സയാൻ, ഉബുദ് ഹെവൻ സയാൻ, അങ്ങനെ എന്തൊക്കെയാണ് പേര്. അപ്പോൾ നമ്മൾ കയറി വരുന്ന വഴി ഈ വനപ്രദേശമാണ് കാണുന്നത്. ഈ വനത്തിലൂടെ നമ്മൾ പെട്ടിയേക്ക് കയറി വരുമ്പോൾ അതിശയകരമായൊരു കാഴ്ച കണ്ടുമാണ്. ഒരു 3 കുരങ്ങന്മാർ, അവർ ഈ ഫോറസ്റ്റിൽ നിന്ന് ബ്രിഡ്ജ് കയറാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് പിള്ളേർ പെട്ടിയായിട്ട് വന്നത്. അവരെ കണ്ട പിള്ളേരെ പേടിച്ച് അവിടെ വന്നു. പിന്നെ അവരെ ഓടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. താഴെ ഒരു നിബിഡമായൊരു റെയിൻ ഫോറസ്റ്റാണ്. ഒരു അരുവിയൊക്കെ പോകുന്നുണ്ട്. ഇതേപോലത്തെ തന്നെ ബിൽഡിങ്സ് തൊട്ടപ്പുറത്തുണ്ട്. ഇവിടുത്തെ കോട്ടേജസ് അങ്ങനെയാണ്. മൂന്നാറിൽ താമസിച്ചതിൻ്റെയൊക്കെ ഒരു ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ നല്ല ഭംഗിയുണ്ട്. വിസ്പറിങ് വൈൽഡോ, വിസ്പറിങ് വാട്ടേഴ്സ്, അതിൻ്റെ താമസിച്ചില്ലേ മൂന്നാറിൽ? ഏതാണ്ട് അതിൻ്റെയൊക്കെ വൈബൊക്കെ ഉണ്ട്. അതിലും നല്ലതാണ്. പക്ഷെ ഇത് കുറച്ചും കൂടി ഒരു ഫോറസ്റ്റ് അന്തരീക്ഷമാണ്. ബേർഡ്സിൻ്റെയൊക്കെ സൗണ്ടും അരുവി ഒഴുകുന്ന ഒരു സൗണ്ട്, അങ്ങനെയൊക്കെ ഒരു ശരിക്കും ഒരു ഫോറസ്റ്റിലിരിക്കുന്ന പോലെ തോന്നും. ഇതാണ് പുറത്തെ കാഴ്ചകൾ. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വ്യക്തി അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരുമെങ്കിലും കിട്ടുമെന്ന് അറിയില്ല. റൂമും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ റൂമൊക്കെ കൊള്ളാം, നല്ല റൂമാണ്. ഇതാണ് റൂം. ഇതിൻ്റെ അകത്ത് ടി വി ഒക്കെ ഉണ്ട്. ടോയ്ലറ്റ് അങ്ങനെ കാണാം. ഇതാണ് ടോയ്ലറ്റ്, ബാത്റൂം. ഇതാണ് നമ്മുടെ റൂം. ഇനി ഡേ ലൈറ്റിൽ കുറച്ച് നേരം എടുക്കാം. അപ്പോൾ ഇതാണ് പറയാം.
ഉബുദ് ഹെവൻസ് ആൻഡ് നമ്മൾ കയറി വരുന്ന ഭാഗത്തുള്ള കാഴ്ചകളാണ്. ബാലിയിലെ പ്രശസ്തമായ ഗലുങ്ങാൻ ഡേയുടെ ദിവസമാണ് നമ്മൾ ബാലി സന്ദർശിച്ചത്. ബാലിയിലെ ഹിന്ദു വിശ്വാസപ്രകാരം ധർമ്മം അധർമ്മത്തെ ജയിക്കുന്നതിന്റെ പ്രതീകമാണ് ഗലുങ്ങൻ. ഈ ദിവസങ്ങളിൽ മുഴുവൻ ബാലിയും ഒരു ഉത്സവ ഭൂമിയായി മാറുന്നു. റോഡുകളുടെ ഇരുവശത്തും കാണുന്ന ഉയരമേറിയ അലങ്കരിച്ച ഈ മുളന്തണ്ടുകളെ പെൻജോർ എന്നാണ് പറയുന്നത്. ഇതുണ്ടാക്കുന്നത് മുള, തെങ്ങിന്റെ ഓല, അതുപോലെ തന്നെ വാഴത്തണ്ട് തുടങ്ങിയൊക്കെ ചേർത്ത് ഒരു ഡെക്കറേഷൻ ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത്. ഇവ സമൃദ്ധിയുടെയും ദൈവാനുഗ്രഹത്തിന്റെയും പ്രതീകമായാണ് ഈ ബാലിക്കാർ കണക്കാക്കുന്നത്. പരമ്പരാഗത ബാലി വസ്ത്രങ്ങൾ ധരിച്ച കുടുംബങ്ങൾ ക്ഷേത്രത്തിലേക്ക് പൂക്കളും പഴങ്ങളും അരിയും ധൂപവും എല്ലാം വഴിപാടുകളായി കൊണ്ടുപോകുന്ന കാഴ്ച വളരെ മനോഹരമാണ്. Mr. Kapila. Yes, creator. Shiva is a destroyer. Yeah, destroyer. And Vishnu is a protector. Protector. Yes. No quieres comprar este. There, but now that closed. Here, can you stop and see something? You inside that? Not now. No, maybe in the clinic, okay? Yeah. Good place. Village. Oh, good. Good place, yeah. You want Also to? the king, yeah. You The want to king see? they're standing in the back, Back of this palace. back of the building. Remaining museum. And here, but now it's closed. This is the Ubud market. But now it's closed because now it's ceremony. Oh. Yeah. Whose statue that? Statue? This king in Ubud. Oh. Ahora. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ബാലിയിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണ കേന്ദ്രങ്ങളായ അലോഹ സിംഗിലേക്കാണ്. നൂറുകണക്കിന് അടി ഉയരത്തിൽ പച്ചപ്പാർന്ന കാടുകൾക്കും നെൽപ്പാടങ്ങൾക്കും മുകളിലൂടെ ആടുന്ന ഈ ഭീമൻ ഊഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒന്നാണ്. ആദ്യ നിമിഷങ്ങളിൽ ചെറിയ ഭയം തോന്നുമെങ്കിലും പിന്നീട് അതൊരു ആവശ്യമായി മാറും. പറക്കുന്നത് പോലെയുള്ള അനുഭവം വാക്കുകളിൽ വിവരിക്കാൻ കഴിയില്ല. ഇവിടെ മനോഹരമായ ഫോട്ടോ പോയിന്റുകളും ഭീമൻ പക്ഷിക്കൂടും ഹൃദയാകൃതിയിലുള്ള സെറ്റപ്പുകളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്.
Smile. Smile. Where? One time only. Yes, come. Look at camera. Get the cross leg like this. Yes, look at me.